ദുബായിൽ പുതിയതായിട്ട് ഓപ്പൺ ആവുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് കുറച്ചധികം ആൾക്കാരെ വേണം കേട്ടോ. അതായത് അക്കൗണ്ടൻറ്റ് വേണം. എല്ലാവർക്കും 2 വർഷം എക്സ്പീരിയൻസ് മസ്റ്റാണ്. മെക്കാനിക്ക്, ഡെൻഡർ, പെയിൻറ്റർ, അങ്ങനെ ആ ലിസ്റ്റ് താഴെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കാം വിത്ത് ഫോൺ നമ്പർ. അപ്പം ഞാൻ ഈ വേക്കൻസി പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, വേക്കൻസി പോസ്റ്റ് ചെയ്താണ് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം ഏകദേശം റിമൂവ് എന്നുള്ളൊരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ഈ പേജ് നമ്മളെ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്യൂബിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് വെറുതെ ജീവിച്ച് മരിച്ചു പോയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ആർക്കെങ്കിലും എന്തായാലും ഉപകാരം ആവട്ടെ എന്ന് ഇതുകൊണ്ടാണ് വീണ്ടും ഈ വേക്കൻസികൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ 1 ലക്ഷമുള്ള ഫേസ്ബുക്കിൻ്റെ പേജ് പോയിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ കണിച്ചാർ ഇലക്ട്രീഷ്യന്മാരുടെ ഒരു 1,40,000 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പ് അടിച്ചു പോയി. അപ്പം ഞാൻ പുള്ളി എന്നെ കണ്ട് സംസാരിച്ചപ്പം പറയുകയാണ്, പുള്ളി ഇതുപോലെ തന്നെ അവിടെ അവസരമുണ്ട് ഇവിടെ അവസരമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ടാണ് അവരുടെ പേജും ഇങ്ങനെ പോയിരിക്കുന്നത്. അപ്പോൾ വേക്കൻസി പോസ്റ്റ് ചെയ്യുന്നവരോട് എനിക്കിതാ പറയാനുള്ളൂ, സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഈ വേക്കൻസീൻ്റെ കേസ് പോസ്റ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ നിയമവിരുദ്ധമാണ് കേട്ടോ. കുറച്ച് കേസായിട്ട് ഉണ്ടല്ലോ, അതിന് കുറച്ച് വിഷയങ്ങളുണ്ട്. അതുപോലെ എന്തൊരു വിഷയമാണ് ഇത്. അപ്പം ഇങ്ങനെ വേക്കൻസി പോസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പണി കിട്ടും, അവസാനം പേജ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു പുതിയ വർക്ക്ഷോപ്പാണ്, ഇങ്ങോട്ട് കുറേ ആൾക്കാർ വേണം. പിന്നെ മെയിനായിട്ട് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേക്കൻസി ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് രാത്രി 1 മണിക്കും 12 മണിക്കൊക്കെയാണ് വിളിക്കുന്നത്, കോൾ വരുന്നത്. അങ്ങനെ ആ കോൾ വരുന്നതാണ് എടുത്തിട്ട് പറയും ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ഒരു മര്യാദ പുലർത്തുക. ദുബായിലാണ്. വാട്സപ്പ് നമ്പർ ചെയ്യുക, നിങ്ങൾ മിസ് കോൾ ഒന്നും അടിക്കാണ്ട്. എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക, നല്ല എക്സ്പീരിയൻസ് വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അവർ ഫ്രീ ആകുമ്പോൾ കേട്ട് റിപ്ലൈ അയക്കും. ഈ 1 മണിക്ക് 2 മണിക്കൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോടൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിൻ്റെ പക്വതയുള്ളവരായിരിക്കും ആ സമയത്ത് വിളിക്കുന്നത്. അതുപോലെ ചിലവർ ഭർത്താവിന് വേണ്ടി ഭാര്യ വിളിക്കുക, മോന് വേണ്ടി അമ്മ വിളിക്കുക. ആ സെറ്റപ്പ് തന്നെ ആദ്യം തന്നെ നമ്മൾ പറയും ഇല്ല, ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയും. അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്മാർട്ടായ ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കും കേട്ടോ.